ഗൈസ്, ഡാൻസിൽ 0 എക്സ്പീരിയൻസ് ഉള്ള ഞാൻ 30 ഡേയ്സ് 3 അവർ വെച്ച് ടോട്ടൽ 90 അവേഴ്സ് പ്രാക്ടീസ് എടുത്ത് ഒറ്റ ഫ്രെയിമിൽ യാതൊരു കച്ചുമില്ലാതെ 1 മിനിറ്റ് റീൽ കളിച്ച് കംപ്ലീറ്റ് ആക്കാൻ ഇന്നൊരു പബ്ലിക് പ്ലേസിലേക്ക് പോവുകയാണ്. ഞാൻ ഇത് ഫിനിഷ് ചെയ്യില്ലേ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഓക്കെ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനിപ്പോൾ രാവിലെ തന്നെ റെഡിയായി സെറ്റ് ആയിരിക്കുകയാണ്. എനിക്ക് ഒത്തിരി എക്സൈറ്റ്മെന്റും നെർവസ്നെസ് ഒക്കെ തോന്നുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോയി ഈ ഒരു സംഭവം ചെയ്യാൻ പോകുന്നത്. സോ ഇന്നലത്തോടെ ആയപ്പോൾ 30 ഡേ നമ്മൾ കംപ്ലീറ്റ് ആക്കി പ്രാക്ടീസ്. നമ്മുടെ 30 DT 60S ചാലഞ്ചിന്റെ എന്താണ് മറന്നു പോയല്ലേ, ഇന്ന് ഡാൻസ് ചെയ്യാനുള്ള ദിവസമാണ്. ബാഗ് എടുത്തിട്ടുണ്ട്, പിന്നെ എന്റെ ട്രൈപോഡ് ഇതായിരിക്കണം, പിന്നെ നമ്മുടെ കീറിയ ഷൂസ് 2 എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഇതെല്ലാം കൂടെ വെച്ച് പോയി ഡാൻസ് കളിക്കണം. എന്റെ ദൈവമേ, എന്തൊരു കാവളാണ്. ഇന്ന് ഫുള്ള് ബസ്സിലാണ് ട്രാവൽ. ബൈക്കും ഇല്ല, വണ്ടിയും ഇല്ല, ഒന്നുമില്ല. ഓൾറെഡി എന്റെ ട്രാവലൊക്കെ നിങ്ങൾ കാണുന്നില്ല അതിലാണ്. അപ്പൊ നമുക്ക് നേരെ ബസ് സ്റ്റോപ്പിൽ ഇടുവാ. ബൈ ദ ബൈ, ഇതാണ് സിബി. ഹായ് സിബി. ഇവൻ യൂട്യൂബറാണ്, എന്റെ നാട്ടുകാരനാണ്, എല്ലാത്തിലുപരി എന്റെ ഫ്രണ്ടാണ്. അങ്ങനെ ഞാനും സിബിയും കൂടി ഇവിടുന്ന് KSRTC ബസ്സിൽ കയറി 1 മണിക്കൂർ എടുത്ത് ആറ്റിങ്ങൽ ചെന്നിറങ്ങി. അപ്പോൾ നമ്മൾ നേരെ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് എത്തിയതാണ്. ഇവിടെ നിറച്ചും ബസ്സുകളാണ്. പിന്നെ ബസ് സ്റ്റാൻഡ് ബസ് അല്ലാതെ വേറെ എന്തെങ്കിലും കാണും. വർക്കല പോണം കഴിയും. പക്ഷെ ഇവിടുന്ന് പ്രൈവറ്റ് ബസ്സിൽ കയറണോ KSRTC കയറണോ നമ്മൾ ഡൗട്ട് ആയിരിക്കും. ഇഷ്ടംപോലെ വരണമുണ്ട്. പ്രൈവറ്റ് വർക്കല ബസ് എവിടെയാണ് കിടക്കണമെന്ന് ഒരു തിരുവനന്തപുരം കാട്ടാക്കടൊക്കെ നടക്കുന്നത്. പബ്ലിക്കായിട്ട് ഞാൻ കുറെ നാളെ വ്ളോഗ് ചെയ്തു. ഗൈസ്, എനിക്ക് ഇന്നത്തെ ഡാൻസിനെ കുറിച്ച് ഓർത്ത് മാത്രമേ ടെൻഷനുള്ളൂ. എനിക്ക് ഒരു നെർവസ്നെസ് കൊണ്ട് ഒരു ആൻസൈറ്റി ഇല്ല. ഗൈസ്, അങ്ങനെ നമ്മൾ പ്രൈവറ്റ് കയറാന്ന് വേണ്ടി തീരുമാനം എടുത്തിരിക്കുകയാണ്. ഞാൻ പ്രൈവറ്റ് ബസ് തേടി നടക്കുകയാണ്. ഇവിടെ എന്റെ ട്രൈപ്പോഴും പിടിച്ചോണ്ട് റോട്ടിൽ കൂടെ നീളം ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടാ പിള്ളേർ വ്ളോഗ് എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ തിരിഞ്ഞു ഇവിടുന്ന് നേരെ പോകുമ്പോഴാണ് ആറ്റിങ്ങൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്ന് ഒരു ഓട്ടോക്കാരൻ ചേട്ടൻ പറഞ്ഞു. കുറെ നാളായിട്ട് വ്ളോഗ് ചെയ്യാത്തതുകൊണ്ട് ഒരു കോൺഫിഡൻസ് കുറവൊന്നുമില്ല, എനിക്ക് കോൺഫിഡൻസ് കൂടിയിരിക്കുന്നു. നമുക്കിപ്പോ ആൾക്കാർ മാറിപ്പോണം. ഞാൻ ഇത് സിറ്റി കൂടെ ഞാൻ ഈ വ്ളോഗ് അത് നോക്കി തന്നെ ഉണ്ടാവണം. വ്ളോഗ് നമ്മൾ ഇങ്ങനെ പിടിച്ച് നടക്കണമെങ്കിൽ വണ്ടിയുടെ സംഭവമല്ല, മൈൻഡിൽ ബ്രെയിനിൽ അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടെ സെറ്റ് ആയിട്ട് അങ്ങ് പോകും. ഓക്കെ, നിന്നെ ഞാൻ പോസ്റ്റ് ആക്കണല്ലേ. ആറ്റിങ്ങലുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കമന്റ് ചെയ്യുക. ആ കാണുന്നതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. നമുക്കപ്പം ക്രോസ് ചെയ്യാം. എന്റെ കൂടെ ക്യാമറ ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം കേട്ടത്. അത് വർക്കല ബസ്സാണ്. കാണില്ലേ, അത് വർക്കല ബസ്സാണ്. ഈ കയറാൻ നോക്കുമ്പോ ഈ ബസ് കാണുന്നത്. അങ്ങനെ ഈ ബസ്സിൽ വർക്കല എന്ന് പറഞ്ഞ് നമ്മൾ വേറെ എവിടെ ചെന്നിറങ്ങി. ഞാൻ എവനും കൂടെയാണ് വർക്കല എന്ന് പറഞ്ഞ് വേറെ ഏതോ സ്ഥലത്ത് വന്ന് ഇറങ്ങി ഇങ്ങനെ പോസ്റ്റ് എടുത്തിരിക്കും. വർക്കലേക്ക് തന്നെ. പക്ഷെ ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഉണ്ട്. നമ്മളുടെ ഒരു മാം പറഞ്ഞ് 1 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ നേരെ ഇറങ്ങിയിട്ട് നടപ്പ് തുടങ്ങിയിട്ട് ഇവിടെ ഒരു മാനോടൊന്ന് ദിവസം പറഞ്ഞ് ഇവിടുന്ന് 3 കിലോമീറ്റർ. ഇനി അത്രയും നടക്കാൻ വയ്യ. അവിടെ ഡാൻസ് കളിക്കാൻ ഞാൻ റെസ്റ്റ് ആവും. എന്തൊക്കെ അത് പ്രതീക്ഷിച്ചില്ല. ഞാൻ വേണ്ടി ഡയറക്റ്റ് പോയി ഇറങ്ങാന്നാണ് വിചാരിച്ചത്. നീ 3 കിലോമീറ്റർ നടക്കുമായിരുന്നാളോ? ലൈഫ് ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മൾ വർക്കല ബീച്ചിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 വണ്ടി കയറേണ്ടി വന്നു. വീട്ടിൽ നിന്ന് കയറി, വീട്ടിലെ സ്റ്റോപ്പിൽ നിന്ന് കയറി, പിന്നെ ആറ്റിങ്ങലിൽ നിന്ന് കയറി, പിന്നെ ആറ്റിങ്ങലിൽ നിന്ന് വർക്കല വന്നിട്ട് പിന്നെ 3 ബസ് കയറിയാണ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഗൈസ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു റീൽ എടുക്കുക, ഒരു പബ്ലിക് പ്ലേസിൽ ഒരു റീൽ എടുക്കാനാണ് വന്നത്. ദൈവമേ, അവിടെ ഒരു പുള്ളി വ്ളോഗർ തന്നെയാണ്. വ്ളോഗറാണ് നമുക്കിപ്പോ പരിചയപ്പെട്ട വീഡിയോയിൽ കൊണ്ടുവരും. അപ്പൊ നമ്മുടെ ബീച്ചിലെത്തി. ഇവിടെ പാവനാശമാണ് എത്തി. പക്ഷെ ഇവിടുന്ന് നമ്മൾ അപ്പുറത്തെ ബീച്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോപ്പിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. എങ്ങനെയുണ്ടോ സ്പോട്ട് കേട്ടാ. എടാ, ഇവിടെ പൊഴി ഒന്ന് കിടക്കണ്ടാ. ഇതിൽ ദാസനും വിജയനും ഒക്കെ മറ്റേ ഇവിടെ ചെന്നത്തെ വിട്ട പോലെ സ്വർഗത്തിലോ ഈ ഇവിടെ പൊഴിയാണ് കണ്ടാ. പിന്നെ ചാണാടാ അവിടെ നിന്ന് പറഞ്ഞ വെള്ളമാണ് കേട്ടോ. അതാ ഇതിലേ കൂടെ വന്നതാ. ഇതിലേ പോയി. പേഴ്സണലി ഞാനാണ് ഇപ്പൊ വീടിന്റെ അടുത്ത് തോട് പോലത്തെ വല്ല സംഭവം ഇപ്പൊ ചാടിയാണ്. പക്ഷെ ഇതിൽ ചാടാ നല്ല വെള്ളമാണോ അഴുക്ക് വെള്ളമാണോ എന്ന് പറഞ്ഞൂടാ. കടലിൽ വിളിക്കണമെന്നുണ്ട്. എനിക്ക് വയ്യ. അങ്ങനെ നമ്മള് ബസ് പിടിച്ച് ബീച്ച് വെച്ച് ഇനി ഡാൻസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കണം. ഓ, മൊത്തത്തിൽ അതില്ലേ നമുക്ക് ചാടി പോകാന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇതാണോ ഇവിടുന്ന് ഇത്രയും ചാടി പോകണമെങ്കിൽ ഇവിടെ നിറച്ച് വെള്ളം കാണാം. അപ്പൊ നടക്കൂല. ഇവിടുന്ന് ഇങ്ങനെ വിട്ട് നിന്ന് ചാടാൻ പറ്റും. പക്ഷെ അത് ശരിയാവൂല.
അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നമുക്ക് നേരെ അവിടെ ഒരു പാലമുണ്ട് കാണിച്ചു. ആ കുഞ്ഞു പാലത്തിൽ കൂടെ പോകണം. അപ്പൊ ആ പാലത്തിൽ കൂടെ നമുക്ക് പയ്യെ നടന്നു പോകാം. കാരണം ഇത് ഡാൻസ് കളിക്കുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ഞാൻ ചടങ്ങി അടിച്ച് വീഴുന്നെങ്കിൽ ഇന്ന് പെട്ടെന്ന് ഒരു സംഭവം നടക്കില്ലായിരുന്നു. അപ്പൊ നമുക്ക് നേരെ ആ പാലത്തിലോട്ട് ഇവിടെ നിന്നാണ് വെള്ളം വരുന്നത് ഈ കടയിൽ കൂടെ. അങ്ങനെ പാലവും കടന്ന് നമ്മളിത് ഇറങ്ങി. ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എപ്പോഴും പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതിന്റെ പേരെന്താ, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആ മറ്റേ ത്യാസിന്റെ പോലെ പാലം കിടക്കുമ്പോ അതിന്റെ പേരെന്താണ്, പാലം കിടക്കുമ്പോ ആരാണ് പാലം അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഉണ്ട്. എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ഇവിടെ വഞ്ചിയും ബോട്ടൊക്കെ ഒമ്പോ എന്തൊരു ഫ്രെയിം ഒരു രക്ഷയില്ല. അനാർക്കലിയുടെ പാട്ടുണ്ടല്ലോ സാഹിബ, അത് ലക്ഷദ്വീപ് വെച്ചെടുത്തടാ. പിന്നെ അനാർക്കലിയിലെ പാട്ടുള്ളതാണെ പാടിയോ? പൃഥ്വിരാജിലോ? ഓ ഓ ഓ ചേടാ ഒരു സീക്വൻസ് ഞാൻ പോണ കണ്ട കഴിച്ചു. എന്റെ ദൈവമേ, ബീച്ചിൽ കൂടെ നടക്കണേന്ന് പറഞ്ഞ ചില്ലറ കേസല്ലേ. നമ്മൾ അവിടുന്ന് 1 കിലോമീറ്റർ ഇനി അപ്പുറം നടക്കാനുണ്ട്. ഇവനാണെങ്കിൽ ഇവനെ കൊണ്ട് നടക്കാനും പറ്റൂലേ. എനിക്ക് തലക്കറക്കം ഇപ്പൊ എല്ലാം കൊണ്ട് ഇവനെ വിളിച്ചോണ്ടാണ് ഞാൻ വന്നത്. നോക്കാം കണ്ട മുകളിലെ മല കണ്ട. എന്റെ ദൈവമേ, ആർക്ക് പറയണം, അല്ലാതെ ഇരിക്കുന്നുണ്ട് എങ്ങനെയാ തോന്നുന്നു. ഗായ്സ്, ഞാൻ ഇവിടെയാണ് ഫ്രെയിം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം കൊള്ളാം. വേറെ കണ്ടില്ലേ, നല്ല വൈഡ് ആയിട്ടുള്ള ഫ്രെയിമും ഉണ്ട്. പിന്നെ ഇതാണ് സിബി അവിടെ ട്രൈപോഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യമാണ് ഇവിടെ. സിബി അവിടെ ട്രൈപോഡ് വയ്ക്കും. ഈ സൈഡിൽ നിന്ന് കളിക്കാന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഇതാ ബീച്ചിലുണ്ട്. ഒരുപാട് പേര് അങ്ങ് റൗണ്ട് അയക്കുന്നത്. ഓക്കെ ഗായ്സ്, നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളൊരു പബ്ലിക് പ്ലേസിൽ നമ്മളെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഒത്തിരി നെർവസ്നെസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് വൈബായിട്ട് നേരെ ഫുള്ള് സ്റ്റെപ്പും കളിച്ചത് റീലാക്കി എടുക്കട്ടെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഗായ്സ്, ഇങ്ങനെ പറഞ്ഞു പോയി ഞാൻ ഫ്രെയിം സെറ്റ് ചെയ്ത് കളിച്ചു തുടങ്ങി. എന്നാൽ ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. 3 പ്രോബ്ലംസ് വന്നു. 1, ഫ്രെയിമിലെ ലൈറ്റിംഗ് ഓക്കെ അല്ല. 2, നമ്മൾ ഡാൻസ് കളിച്ച സ്ഥലം ഫുള്ള് വെള്ളം പൊങ്ങി വന്നു. 3, നല്ല കിട്ടിയില്ല വെയിലും. ഗായ്സ്, അങ്ങനെ ഡ്രസ്സൊക്കെ മാറി വന്നപ്പോ പണി കിട്ടി. ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ചപ്പോ കണ്ടില്ലേ, ഇവിടെ കുഴിഞ്ഞു പോണ ഗായ്സ്, കണ്ടില്ലേ. ഡാൻസ് സ്റ്റെപ്പ് കറക്റ്റ് ആയിട്ട് വെക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ബീച്ച് ലൊക്കേഷൻ മാറ്റി വേറെ എവിടെയെങ്കിലും നോക്കണം അല്ലടാ. നമ്മളൊരു 10 എവിടെയെങ്കിലും ചെയ്യുന്നു ട്രൈ ചെയ്തു. ഒരുപാടാവാം ഗായ്സ്, എന്റെ എനർജി എത്രയും തീരുന്നു. ഇന്ന് ഇത് കംപ്ലീറ്റ് ആക്കിയാൽ വേണം. ഇതിരാവണം. നീ ഇവിടുന്ന് മോളിൽ കയറി നോക്കാം ഗായ്സ്. ഇതൊരു കാര്യങ്ങളാണ് ചലഞ്ചിങ് ഡേ. വീട്ടിന്റെ അവിടെ വല്ലവരുന്ന ഞാൻ ഇപ്പൊ എപ്പോഴേ കളിച്ച് തീർത്ത് ഇപ്പൊ സാധനം മടക്കി കെട്ടി വീട്ടിൽ പോയാനാ. നീ പിടിച്ചാൽ കയറണം. അമ്മച്ചി, അവിടെ കൊള്ളാം. പക്ഷേ ഇവിടെ സ്പേസ് ഇല്ല കളിക്കാൻ. ഇത് കാട്ടിന്റെ ഇടയിൽ നിന്ന് കളിക്കുന്ന ഫ്രെയിം ഉള്ളതുണ്ടോ? ഞാൻ മനസ്സിൽ കണ്ട ഒരു ഫ്രെയിമിലോട്ടാണ് ഞാൻ ഇപ്പൊ പോണത്. ഇവിടെ റോട്ടിന്റെ നടുക്ക്. ഓ, ടോട്ടൽ ബീച്ചിന്റെ വ്യൂ. ഗായ്സ്, അങ്ങനെ ഒരു കുപ്പി വെള്ളം മാറ്റി അത് കുടിച്ച് ഫുൾ ബോട്ടിൽ വെള്ളം ഇത്രയും ഒരേ ഉള്ളു കുടിച്ച് ഫുള്ള് കുടിച്ച് ഇപ്പൊ ഡാൻസ് കളിക്കാൻ തൊണ്ടയിൽ കൂടെ ഒക്കെ തെറിച്ച് വരും. അതുകൊണ്ട് വേണ്ട. നമ്മളൊരു ഫ്രെയിം കണ്ടത് ഗൈസ്, ഇതാണ് ഫ്രെയിം. ഓക്കെ, കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാതെ തോന്നും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്തിട്ട് ഞാൻ വരാം ഗൈസ്. ഇതെങ്കിലും ശരിയാവണം. എന്റെ ദൈവമേ, ശരിയാവണോ? ശരിയാവും 100%. ഐ ഡോണ്ട് നോ, ബട്ട് ഐ വിൽ ഡു ഇറ്റ്. എത്ര മാത്രം എനിക്കറിയാം ഗൈസ്. ഓക്കെ, എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം 1 ഐഡിയ അല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ പ്ലേസും സെറ്റ് ആയില്ല ഗൈസ്. അവിടെ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ തപ്പി നടന്നു, ഒന്നും ശരിയായില്ല. ഇപ്പൊ എനിക്ക് ഞാൻ മുന്നേ പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ പറഞ്ഞു. ഇതെങ്കിലും ശരിയാണ് എന്റെ ദൈവമേ. അതെ, അവസാനം പുള്ളിക്കാരന്റെ തീരുമാനം നടക്കൂ. കാരണം നമ്മൾ തേടി നടന്ന് കറങ്ങി തിരിഞ്ഞ് അവസാനം ബീച്ച് തിരിച്ചെത്തി. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു. നമ്മൾ അവിടെ നല്ലൊരു സ്ഥലം കണ്ടെത്തി ഡാൻസ് കളിച്ച് കംപ്ലീറ്റ് ആക്കി. ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ തേടി നടന്നിട്ട് അവസാനം വീണ്ടും ബീച്ച് തിരിച്ചു വന്നിട്ട് നമ്മൾ ഡാൻസ് കളിക്കാൻ ഇന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു സംഭവം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ബട്ട് നമ്മൾ അൾട്ടിമേറ്റ്ലി പബ്ലിക്കിൽ വന്നതിന്റെ ഡാൻസ് കളിച്ച് ഇന്നത്തെ ഈ ഒരു ചലഞ്ച് എന്താണ് ഡാൻസിൽ 0 എക്സ്പീരിയൻസ് ഉള്ള ഞാൻ ഇതെങ്ങനെ കളിച്ചെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. എന്ത് ഞാൻ പറയണോ, എന്ത് പറയണോ, എനക്കെന്ത് പറയണോ? എങ്ങനെയുണ്ടായിരുന്നു ഡാൻസ്? എങ്ങനെയുണ്ടായിരുന്നു? എത്ര നമ്മള് ഹാർഡ് വർക്ക് ചെയ്ത നമ്മളെ ഫീലിക്സ് നമുക്ക് വേണ്ടി ഓഡിയൻസിന്. സത്യം പറഞ്ഞാൽ 1 മിനിറ്റ് അല്ല 1.5 മിനിറ്റുള്ള നമ്മളെ രഞ്ജിതമേ മാറി മാറി പോയെന്നറിയാം. ഒരുപാട് സ്ഥലം ഫ്രെയിം കിട്ടാൻ നമുക്കൊരു ജസ്റ്റ് 1 മിനിറ്റ് വീഡിയോ ആണെങ്കിലും അത് ഇടുന്ന എഫക്ട് എന്ത് മാത്രമുള്ളത് നമുക്ക് കളിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഇനി നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത് കളിച്ച് കംപ്ലീറ്റ് ആയി ഇതേപോലെ ഒരു ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നില്ല. 30 ദിവസം നമ്മൾ എഫേർട്ട് എടുത്തതിനുള്ള ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു വാല്യൂ കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു സാധനം ഇങ്ങനെ വന്നിട്ട് എന്റെ ലിമിറ്റിംഗ് അല്ലെങ്കിൽ എന്റെ ഒരു കംഫർട്ട് സോൺ ഞാൻ ബ്രേക്ക് ചെയ്ത് ഒന്നും പറയാൻ എനിക്ക് വരുന്നില്ല. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആയി. ഇപ്പൊ ഇതിടെ നമ്മൾ എക്സൈറ്റ് പ്രാക്ടീസ് എടുത്തതിന് ഇന്ന് വർത്തായി. അത്രയും തോന്നുമല്ലോ.
സന്തോഷം എന്ന് പറഞ്ഞാൽ അതിന്റെ അങ്ങേയറ്റത്തെ ഒരു ഹാപ്പിനെസ്. എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കത്. നിങ്ങളുടെ ഈ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ചലഞ്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ബോൾ ഇട്ട ഈ ഷൂ 5 കൊല്ലം പഴക്കമുള്ള ഷൂ ഇട്ടാണ് ഞാൻ കളിച്ചത്. ഹെലികോപ്റ്റർ ഉണ്ട്. എന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. ഷൂ വാങ്ങിക്കാനുള്ള ക്യാഷ് എന്റെ കയ്യിലില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് എന്റെ ഈ പഴക്കമുള്ള ഷൂ തന്നെ ഞാൻ കളിച്ച് കംപ്ലീറ്റ് ആക്കും എന്നുള്ളൊരു ഡിസയർ എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നു. സോ ഞാൻ കുറച്ച് ഇമോഷണലാണ്. കാരണം പറഞ്ഞാൽ 30 ഡേ നമ്മളിട്ട ആ ഒരു എഫേർട്ടും പേഴ്സണലി എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചലഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ എക്സൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രാക്ടീസ് എടുത്ത് നമ്മൾ അതിന് പ്രിപ്പയർ ആയി ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നടക്കും. നമ്മളത് ചെയ്യുക. പുള്ളി പക്ഷേ ഒരു യൂട്യൂബർ ആണെന്നുള്ള ഒരു ഡാൻസുകാരനാണെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെയൊന്നുമില്ല. ഡാൻസിൽ 0 എക്സ്പീരിയൻസ്. ഞാൻ അത് പഠിച്ചു വന്ന് കളിച്ചു. ഇത്രയും തോന്നുന്നു. ഡാൻസ് അറിഞ്ഞുകൂടാതെ യൂട്യൂബിൽ നിന്ന് നോക്കി പഠിച്ച് ഇത്രയും പെർഫെക്റ്റ് അടുത്ത് വരെ എത്തി നമ്മളെ കളിച്ച് കാണിച്ചേക്കണം. അപ്പൊ നമ്മള് 100 മാർക്ക് കൊടുത്തേക്കിരിക്കണം. എന്നെ അത്രയും ഉയർത്തണം. എന്തായാലും നമ്മള് ഫിനിഷ് ചെയ്ത് നമ്മളെ ബെസ്റ്റില് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായി. ഞാൻ ഇന്നത്തെ ഡേ പഠിച്ച കാര്യം, നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതിനെല്ലാം മുകളിൽ ദൈവത്തിന്റെ ഒരു പ്ലാൻ എപ്പോഴും ഉണ്ടായിരിക്കും. തീർച്ച. റെഡി ഓക്കെ. എന്തരടെ കാണിക്കണത്? പോസ് ചെയ്യാൻ പറ്റൂലെങ്കിൽ പോസ് ചെയ്യാൻ പറ്റൂലെന്ന് പറയണം. ഇത് കാണണം. ഇത് നിങ്ങൾ വ്ളോഗിൽ ഇടണം.